ആരുടെ ആഗ്രഹപ്രകാരമാണോ ഭഗവാൻ ഭൂഭാരം തീർക്കാനായിട്ട് ഭൂമിയിൽ അവതരിച്ചത്, ആ ഭൂമി തന്നെ ആ ഭഗവാനെ വളർത്തി എന്ന് വേണ്ടേ നമ്മൾ അനുമാനിക്കാൻ? അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? അപ്പൊ ധര എന്ന വാക്കുകൊണ്ട് അവിടെ ഭൂമി, ദക്ഷപുത്രിയായിട്ടുള്ള ധര ഭൂമിയുടെ അംശം. ആ ദേവിയുടെ പുനർജന്മം യശോദ എന്ന് പറയുമ്പോ ഭഗവാന്റെ അമ്മയായിട്ടും ഇരിക്കാനുള്ള ഭാഗ്യം വിഷ്ണുപത്നിയും കൂടെ ആയിട്ടുള്ള ഭൂമിദേവിക്ക് ലഭിച്ചു എന്നർത്ഥം. അങ്ങനെ ഉള്ള ദേവി ഭഗവാനെ വളർത്തുപുത്രനെ പോലെയാണോ കണ്ടിരുന്നത്? ഒരിക്കലും അല്ല. ഭഗവാൻ താൻ പ്രസവിച്ച കുഞ്ഞന്നെയാണെന്നാണ് ആ ദേവി 11 വയസ്സ് മോനാവുന്നത് വരെയും വിശ്വസിച്ചിരുന്നത്. വിഠലദാസ് മഹാരാജ് പറയാറുണ്ട്, ഒരു വാദത്തിന് വേണ്ടിയിട്ട് അതൊരു അപചാരമായിട്ട് വിചാരിക്കരുത് പറഞ്ഞിട്ട് പറയും, ദേവകിയല്ലേ പ്രസവിച്ചത്, പ്രസവിച്ചവൾക്കുള്ളതിനെക്കാട്ടിലും സ്നേഹം വളർത്തിയവൾക്ക് ഉണ്ടാകുമോ എന്ന് ചോദിക്കും. പക്ഷേ യശോദയ്ക്ക് താൻ വളർത്തുകയാണ് ഈ കുട്ടിയെന്നും താൻ യഥാർത്ഥത്തിൽ പ്രസവിച്ച കുഞ്ഞ് തനിക്ക് നഷ്ടപ്പെട്ടു പോയി അതൊന്നും അറിയില്ല. അമ്മയ്ക്ക് ആകെ അറിയണത് അമ്മ പ്രസവിച്ച സമയത്ത് പ്രസവവേദന കൊണ്ട് ബോധക്ഷയം സംഭവിച്ചു, രാത്രിയിലാണ് പ്രസവം, ആരും അടുത്തില്ല, ബോധം വന്ന് നോക്കണ സമയത്ത് ഒരു മരതകക്കട്ട അടുത്ത് കിടക്കുന്നുണ്ട്. ആ മരതകക്കട്ട കയ്യും കാലും ഇളക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ആദ്യം കണ്ട കാഴ്ച. അപ്പോ അങ്ങനെ കണ്ട ആ യശോദ ആ ഭഗവാനെ എങ്ങനെയൊക്കെയാ വളർത്തിയത്. യശോദയെ പോലൊരു അമ്മ ഇനി ഉണ്ടാവില്ല. കൃഷ്ണാവതാരം കഴിഞ്ഞു, നാരായണൻ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി. വീണ്ടും പോയിട്ട് ആ ശേഷനാഗമാകണ അനന്തന്റെ ശയ്യയില് ലക്ഷ്മീദേവി കാല് തിരുമ്പുന്ന ആ അവസ്ഥയിൽ കിടക്കും. അമ്മ കാല് തിരുമ്മി കൊടുക്കും, ഭഗവാൻ കണ്ണടയ്ക്കും, യോഗനിദ്രയിൽ ലയിക്കും. പക്ഷെ കണ്ണാ, നീ എത്ര യോഗനിദ്രയിൽ ലയിക്കുമ്പോഴും എത്ര ശ്രമിച്ചാലും ഒരു ശബ്ദം മാത്രം നിന്റെ ചെവിയിൽ വന്ന് അലച്ചോണ്ടിരിക്കും പത്മനാഭ, അത് ഈ അമ്മയുടെ കരച്ചിലാണ്. ഈ അമ്മയുടെ കരച്ചിലിനെ ചെവി കൊട്ടി അടയ്ക്കാൻ നിനക്ക് സാധിക്കില്ല. കൃഷ്ണാവതാരത്തിന് ശേഷം അനന്തശയനത്തിൽ നിനക്ക് സന്തോഷത്തോടെയുള്ള ഒരു യോഗനിദ്രയില്ല, ആനന്ദത്തോടെയുള്ള ഒരു യോഗനിദ്രയില്ല ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ആ ഭഗവാന്റെ കാലിൽ തന്നെ വീണ് കരയണം മർക്കണ്ഡദാസൻ.